ഹരിശ്രീ ഗണപതായ നമ വിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗുരുപൂർണിമ എന്ന ഈ പുണ്യദിനത്തിൽ നമ്മുടെ കേരളത്തിലെ ജ്യോതിശാസ്ത്ര ആചാര്യന്മാർ ആരെല്ലാമെന്ന് നോക്കാം. ആദരണീയനായ ശ്രീ KV ശർമ്മ എന്ന അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ദ കേരള സ്കൂൾ ഓഫ് ഹിന്ദു ആസ്ട്രോണമി എന്ന പുസ്തകത്തിലൂടെ പരിചയപ്പെട്ട ആചാര്യന്മാരെയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രന്ഥം പരിചയപ്പെടുത്തിയ എൻ്റെ ഗുരുനാഥൻ ശ്രീ KK ജനാർദ്ദനക്കുറുപ്പ് സാറിനെ ഞാനിവിടെ നന്ദിയോടെ സ്മരിക്കട്ടെ. കേരള ജ്യോതിഷത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വേദകാലഘട്ടം മുതൽ തന്നെ ഭാരതത്തിൻ്റെ സംഭാവനകൾ ജ്യോതിശാസ്ത്രത്തിൽ തെളിഞ്ഞു കാണാം. അക്ഷരലക്ഷം ഗണിതശാസ്ത്രം എഴുതിയ വാൽമീകി മുതൽ ഹോരാശാസ്ത്രം എഴുതിയ വരാഹമിഹിരനിലൂടെ നൂറ്റാണ്ടുകൾ താണ്ടി രാമാനുജനിലൂടെയും അനുസ്യൂതമൊഴുകിയ ആ പ്രവാഹം അത് BC 8-ാം നൂറ്റാണ്ട് മുതൽ AD 18-ാം നൂറ്റാണ്ട് വരെ ഗണിതശാസ്ത്രത്തിനും ജ്യോതിശാസ്ത്രത്തിനും അടിത്തറ പാകി. അതിൻ്റെ ഓളങ്ങൾ ഇങ്ങ് കേരളത്തിലും അലയടിച്ചു. AD 10-ാം നൂറ്റാണ്ടിന് ശേഷം ഉത്തര ഭാരതത്തിൽ നിന്നും ഗണിത സംഭാവനകൾ കുറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നും ആചാര്യന്മാർ ശാസ്ത്രത്തിന് സംഭാവനകൾ നൽകി. അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വരരുചി ഒന്നാമനെയാണ് ചിന്തിക്കേണ്ടത്. 4-ാം സെഞ്ചുറിയിൽ തന്നെ അദ്ദേഹം കേരള ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നു. പറയിപെറ്റ പന്തിരുകുലം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ നമുക്ക് ഏവർക്കും സുപരിചിതരാണ്. അതിൽ മേഴത്തോൾ അഗ്നിഹോത്രി എന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ്റെ രേഖകൾ പ്രകാരം യജ്ഞസ്ഥാന സുരക്ഷ എന്ന പുസ്തകത്തിലൂടെ AD 343-378 വരരുചിയുടെ കാലനിർണയം എന്ന് പണ്ഡിതന്മാർ ഗണിച്ചിട്ടുണ്ട്. 248 ചാന്ദ്രവാക്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റേതായിട്ടുള്ളത്. ആദ്യകാലത്ത് ആര്യഭടീയ സിദ്ധാന്തമായിരുന്നു കേരളീയ ഗുരുകുലങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ ആര്യഭടീയ സിദ്ധാന്തങ്ങളെ വ്യാഖ്യാനിക്കാനും കൂട്ടിച്ചേർക്കാനും കൃത്യത വരുത്താനുമുള്ള ഗണിത പരിശീലനങ്ങൾ ചെയ്ത് കൂടുതൽ കൃത്യത വരുത്തിയ കേരളീയ ആചാര്യന്മാർ കടബയാദി അക്ഷരസംഖ്യാ സംക്രമം കണ്ടുപിടിച്ചു. അപ്പോൾ ആചാര്യന്മാരിൽ ആര്യഭടൻ AD 522 മുതൽ കൊണ്ടുവന്ന ആര്യഭടീയ സിദ്ധാന്തം കൂടുതലായ ഗ്രഹനിരീക്ഷണങ്ങൾ കൊണ്ടും ആവശ്യമായ തെറ്റിദ്ധരുത്തലുകളിലൂടെയും പരഹിത സിദ്ധാന്തം ആവിഷ്കരിച്ചു. ശ്രീ ഹരിദത്തൻ തൻ്റെ ഗ്രഹാചാര നിബന്ധനം, മഹാമാർഗ നിബന്ധനം എന്നീ ഗ്രന്ഥങ്ങളിലൂടെ കേരളീയ ജ്യോതിശാസ്ത്ര രംഗത്ത് ഒരു നാഴികക്കല്ല് തന്നെ ഉറപ്പിച്ചു. ഇത് 683-ലാണെന്ന് ക്ഷീരവധത്തിൽ കുറുപ്പ് സാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് AD 683-ൽ തിരുനാവായിൽ വെച്ച് നടന്ന മാമാങ്കത്തിൽ വെച്ചാണ് പരഹിത സിദ്ധാന്തം പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിന് പുനഃപരിശോധന നടത്തി ശ്രീ വടശ്ശേരി നമ്പൂതിരി, പരമേശ്വരൻ നമ്പൂതിരി, അതായത് AD 1360-1455 കാലഘട്ടത്തിലാണത്. അങ്ങനെ ദൃഗ്ഗണിത സിദ്ധാന്തം ആര്യഭടീയ സിദ്ധാന്തത്തിൽ നിന്നും ദൃഗ്ഗണിത സിദ്ധാന്തത്തിൻ്റെ ഇടയിലുള്ള നൂറ്റാണ്ടുകളിലെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ പരിചയപ്പെടുവാനാണ് ഇന്നിവിടെ ശ്രമിക്കുന്നത്. അതായത് ഗണിച്ച് കിട്ടുന്ന സമയത്തിന് മുമ്പേ ഗ്രഹണം സംഭവിക്കുന്നു എന്ന കണ്ടെത്തലിൽ നിന്നാണ് ഇങ്ങനെയൊരു ദൃഗ്ഗണിതത്തിൻ്റെ ഉത്ഭവം എന്ന് മനസ്സിലാക്കണം. 800-850 വർഷ കാലയളവിൽ ഗോവിന്ദസ്വാമി എന്ന ഒരു ആചാര്യനുണ്ടായിരുന്നു. ഇദ്ദേഹം മഹാഭാസ്കരീയം എന്ന ആധുനിക ഗണിതശാസ്ത്രത്തിന് ഉതകുന്ന രീതിയിൽ ഭാസ്കര 1-ൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ഭാഷ്യം രചിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഗുരു ശ്രീ ശങ്കരനാരായണൻ കേരളത്തിന് ചേര രാജാവ് രവിവർമ്മയുടെ രാജസദസ്സിലെ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 825-900 ഇടയ്ക്കായിരുന്നു. ഇദ്ദേഹമാണ് കൊടുങ്ങല്ലൂർ നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് 11-ാം നൂറ്റാണ്ടിൽ ലഘു ഭാസ്കരീയ എന്ന ഗ്രന്ഥത്തിന് സുന്ദരി എന്ന വ്യാഖ്യാനം രചിച്ച ഉദയ ദിവാകരനെ പറ്റിയാണ് അറിയേണ്ടത്. കേരള ജ്യോതിശാസ്ത്ര രംഗത്ത് ഒരു പുതിയ യുഗപ്പിറവിക്ക് തന്നെ ഇത് തുടക്കം കുറിച്ചു. അതായത് അറിയപ്പെടാതെ കിടന്ന ജയദേവൻ എന്ന ശാസ്ത്രജ്ഞൻ്റെ 20 വാക്യങ്ങൾക്കാണ് അദ്ദേഹം പുതിയ മാനം നൽകിയത്. ആദ്യം ലീലാവതി വാക്യങ്ങൾ എന്ന പേരിൽ ഇത് പ്രസിദ്ധമായി. മദ്രാസിൽ നിന്നും ഒരു ശാസ്ത്രജ്ഞൻ നാരായണൻ ഇതിന് ഭാഷ്യം നൽകിയെങ്കിലും ഇതിന് പൂർണ്ണ രൂപം നൽകിയത് ശ്രീ ഉദയ ദിവാകരനായിരുന്നു.
പിന്നെ സ്മരണീയമായത് ജ്യോതിശാസ്ത്ര വിഷയത്തെ വിശകലനാത്മകമായി പഠിച്ച ശ്രീ അച്യുത ഒന്നാണ്. ഇദ്ദേഹമാണ് ദേവകേരളം, കേരള ജ്യോതിഷം, ചന്ദ്രനാഡി, അതുപോലെ ഇന്ന് പ്രശസ്തമായി പറയുന്ന ചന്ദ്രകലാനാഡി തുടങ്ങിയവയ്ക്കൊക്കെ തുടക്കം കുറിച്ചതെന്ന് വിചാരിക്കുന്നു. ബൃഹസ്പതിയെയും സാക്ഷാൽ പരമേശ്വരനെയും ശുക്രനെയും ഒക്കെ തപസ് നേടിയ സിദ്ധി വഴിയാണത്രേ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ജ്ഞാനം കിട്ടിയത്. ഇദ്ദേഹത്തിൻ്റെ ജീവിക്കുന്ന കാലഘട്ടം അജ്ഞാതമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സമാഹാരമായ ദേവകേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാൽ പഠിപ്പിക്കപ്പെടുകയും കശ്യപ ഗോത്രകാരനായ ശ്രീ വെങ്കടേശ ഇതിൻ്റെ ഉത്തരഭാഗം രചിക്കുകയും ഉണ്ടായി. കശ്യപ ഗോത്രത്തിൽ, അതായത് മധ്യകേരളത്തിൽ നിന്നും ഇന്ന് തൃശ്ശൂർ ഭാഗത്ത് നിന്നുമുള്ള 1108 മുതൽ 32 വരെ, അതായത് 12-ാം നൂറ്റാണ്ടിലെ രാജാവായിരുന്ന രാമവർമ്മ രാജാവിൻ്റെ മന്ത്രിയായിരുന്ന ഒരു കേരള ആചാര്യനെ പറ്റിയാണ് അടുത്ത 12-ാം നൂറ്റാണ്ടിൽ വിഖ്യാതമായിട്ട് കേൾക്കുന്നത്. ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ. ഇദ്ദേഹമാണ് കേരള സംഹിത, കേരള നാഡീഗ്രന്ഥം, കേരളീയ പ്രശ്നമാർഗം ഇവ രചിച്ചത്. ഇനി അടുത്ത വ്യക്തിത്വം ശിവഭക്തനായ ശ്രീ വ്യാഘ്രപാദ മഹർഷിയുടേതാണ്. ഭാരത മഹർഷി പരമ്പരയിൽപ്പെട്ട ഒരു മഹർഷി രത്നം തന്നെയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ചിദംബര ക്ഷേത്രനാഥനെ ആരാധിക്കാൻ പുതിയ പൂക്കൾ പറിക്കാൻ പരുക്കൻ മരങ്ങളിൽ കയറുന്നതിനാൽ ഇദ്ദേഹത്തിന് വ്യാഘ്രപാദർ എന്ന പേരും സ്ഥലപുരാണത്തിൽ പറയുന്നു. ലോകേശ വിക്രമ രാജാവിനാൽ ദത്തെടുക്കപ്പെട്ട ഇദ്ദേഹം വൈക്കം ക്ഷേത്രം പണിതത് ഇദ്ദേഹമാണെന്നാണ് വിശ്വസിക്കുന്നത്. ശ്രീ പാർവതി സമേതനായ പരമേശ്വരൻ ഇദ്ദേഹത്തിന് ദർശനം കൊടുത്തതായും വ്യാഘ്രപാദത്തറ എന്ന പേരിൽ ഇന്നും തറകെട്ടി വൈക്കം ക്ഷേത്രത്തിൽ ആരാധിക്കുന്നതായും കാണാം. ഇദ്ദേഹവും ജ്യോതിശാസ്ത്ര രംഗത്ത് ചെയ്ത സംഭാവന വലുതാണ്. എന്തെന്ന് വെച്ചാൽ അങ്കണശാസ്ത്രം എന്ന പേരിൽ, അതായത് ഗ്രഹസമയം, നവഗ്രഹ സമയം എന്ന പേരിലും അറിയപ്പെടുന്ന ഗ്രന്ഥം ഇദ്ദേഹത്തിൻ്റേതാണ്. ഈ രചനയാണ് ജ്യോതിഷത്തിൻ്റെ വിശകലനാത്മകമായ ജാതക ചിന്തയ്ക്ക് വേണ്ടി വഴിതെളിച്ചത്. ഒരു പ്രവചന സ്വഭാവത്തിന് ജ്യോതിശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തുവാൻ ആരംഭം കുറിച്ചതും ഇദ്ദേഹത്തിൻ്റെ രചനകളാണ്. എന്തെന്നാൽ ഈ രചനകളോടുകൂടിയാണ് രാശിചക്രത്തെ 12 വിഭാഗങ്ങളായും 9 അങ്കണങ്ങളായും തിരിച്ചത്. ഈ ഓരോ അങ്കണത്തിനും ഓരോ അധിപന്മാർ, അങ്ങനെ നവഗ്രഹങ്ങളെയും കൽപ്പിച്ചു. ഇത് തന്നെയാണ് ജ്യോതിശാസ്ത്രത്തിലെ പ്രവചനാത്മകമായ രംഗത്തിലേക്ക് എത്തിക്കാനും അത് കൂടുതൽ ജനകീയമാക്കുവാനും സഹായിച്ചത്. അടുത്ത 1200കളിലാണ് കൃഷ്ണീയ കർത്താവായ കൃഷ്ണാചാര്യരെ പറ്റിയുള്ള അറിവ് ലഭിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം ലഭ്യമല്ല എങ്കിലും പിന്നീട് വന്ന തലക്കുളത്ത് ആചാര്യരുടെ ആണ് ഇദ്ദേഹത്തിനെ കുറേ രചനകളെ പരാമർശിക്കുന്നതായിട്ട് കാണാം. വരാഹമിഹിരൻ്റെ ഹോര ഇദ്ദേഹം വ്യാഖ്യാനം നൽകിയെന്ന് വിശ്വസിക്കുന്നു. കൃഷ്ണീയത്തിൻ്റെ രചയിതാവ് ഇദ്ദേഹമാണ്. ഇതിൻ്റെ ഗ്രന്ഥമാണ് ചതുരസുന്ദരി എന്ന വ്യാഖ്യാനത്തോടു കൂടി ശ്രീ വിഷ്ണു പിന്നീട് കൃഷ്ണീയത്തെ രൂപാന്തരപ്പെട്ടു. പിന്നീട് 1200കളിൽ ഒരു കൃഷ്ണാചാര്യരുടെ ഒരു ശിഷ്യൻ, കൃഷ്ണശിഷ്യ എന്ന പേരിൽ മാത്രം അറിയപ്പെടുവാൻ ആഗ്രഹിച്ച ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ, അദ്ദേഹം പ്രശ്നഫല പ്രാപ്തകാല നിർണയം എന്ന ഒരു 2 ഗ്രന്ഥങ്ങൾ, ഒന്ന് ഹോരയുടെ വ്യാഖ്യാനവും രചിച്ചു. ഇദ്ദേഹം ഗുരുവായ കൃഷ്ണാചാര്യരെ പറ്റി വാനോളം പുകഴ്ത്തുകയും അദ്ദേഹത്തെ പ്രാഗൽഭ്യത്തെ പുറം ലോകത്തിന് അറിയുവാൻ തക്കവണ്ണം പ്രചാരം കൊടുക്കുകയും ചെയ്തു. ഇതുതന്നെയാണ് കൃഷ്ണാചാര്യരെ പറ്റി ലോകം അറിയുവാനുള്ള പ്രധാന ഹേതു. ഇനി 1791 1250 കാലത്ത് സൂര്യദേവ യജുവാൻ എന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം വരാഹമിഹിരൻ്റെ മഹായാത്രയ്ക്കും ശ്രീപതിയുടെ ജാതക കർമ്മ പദ്ധതിക്കും വ്യാഖ്യാനം നൽകിയതായിട്ട് ഗ്രന്ഥത്തിലുണ്ട്. അടുത്തത് വിദ്യാമാധവനാണ്. അദ്ദേഹമാണ് മുഹൂർത്ത ചിന്തയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രന്ഥമായ മുഹൂർത്ത മാധവീയം, അതായത് വിദ്യാമാധവീയത്തിൻ്റെ കർത്താവ്. 15 അധ്യായങ്ങളുള്ള ഈ ഗ്രന്ഥത്തിൽ പദ്യങ്ങൾ 13-18 വരെയുള്ള പദ്യങ്ങൾ കൊണ്ട് ഗ്രന്ഥകാരൻ തൻ്റെ ഗ്രാമം, ദേശം, ഗൃഹം, ഗോത്രം മുതലായവയെപ്പറ്റി സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. പരശുരാമ കേരളത്തിന് വടക്ക് ഗോകർണ
എന്ന മഹാക്ഷേത്രത്തിനടുത്ത് നീലമന എന്ന ഇല്ലത്ത് മല്ലപ്പ രാജാവിൻ്റെ രാജസദസ്സിൽ പ്രമുഖനായ നാരായണപൂജ്യപാദൻ്റെ മകനായി പിറന്ന അദ്ദേഹം കൊല്ലവർഷം 500-600 മധ്യയാണ് ജീവിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. മാധവീയം ജ്യോതിഷികൾക്ക് മുഹൂർത്ത വിഷയങ്ങൾക്ക് ഉത്തമ വഴികാട്ടിയാണ്. ഇദ്ദേഹത്തിൻ്റെ പുത്രൻ നീലമനയിലെ വിഷ്ണു എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹമാണ് പിതാവിൻ്റെ മുഹൂർത്ത ഗ്രന്ഥമായ വിദ്യാമാധവീയത്തിന് മുഹൂർത്ത ദർശനം എന്ന പേരിൽ വ്യാഖ്യാനം എഴുതിയത്. ദീപിക എന്ന പേരിലാണ് ഈ വ്യാഖ്യാനം അറിയപ്പെടുന്നത്. തലക്കുളത്ത് ഗോവിന്ദ ഭട്ടതിരിയാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. 1237 മുതൽ 95 വരെയുള്ള കാലഘട്ടം. ദശാധ്യായിയുടെ കർത്താവായ ഗോവിന്ദ ഭട്ടതിരി 1 മുതൽ 10 വരെയുള്ള ഹോര അധ്യായങ്ങൾക്ക് വ്യാഖ്യാനം ചെയ്തു. വളരെ പ്രശസ്തമായ ഈ ഗ്രന്ഥം ഇന്നും എല്ലാവർക്കും ഒരു വഴികാട്ടിയാണ്, എല്ലാ ജ്യോതിഷികൾക്കും. അതുപോലെ തന്നെ മുഹൂർത്തരത്നം, മുഹൂർത്ത പദവി എന്നീ കൃതികളുടെ രചയിതാവും ഇദ്ദേഹമാണ്. പിന്നെ 14-ാം നൂറ്റാണ്ടിലെ താമരനെല്ലൂർ എന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞനെ പറ്റി പറയുന്നുണ്ട്. മുഹൂർത്തവിധി, മുഹൂർത്ത ഭാഷ എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥം ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. പിന്നെ 14-15 നൂറ്റാണ്ടുകളിൽ നൃത്യപ്രകാശ ഭട്ടാരക എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു ജ്യോതിശാസ്ത്ര വിദഗ്ധൻ പ്രകാശിക എന്ന ഗ്രന്ഥത്തിൽ ഹോരയ്ക്ക് വ്യാഖ്യാനം നൽകി. ഈ വ്യാഖ്യാനത്തിലെ ഭാഷ 14-15 നൂറ്റാണ്ടിലേതാണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം നിർണ്ണയിക്കാൻ സാധ്യമാക്കിയത്. അടുത്തത് കുമാരഗണകനെ പറ്റിയാണ് പറയേണ്ടത്. രണദീപിക എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ യുദ്ധവും രാജകീയമായ ആചാരങ്ങളും രാഷ്ട്രീയവും എല്ലാമാണ് ഇതിലെ പ്രതിപാദ്യം. അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവിന് വേണ്ടി എഴുതിയതാണ് ഇതിലെ 8 അധ്യായങ്ങളും. അത് ജ്യോതിശാസ്ത്രത്തിലെ സാധ്യതകൾ ഈ രാജമീമാംസാ കാര്യത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇതിലെ വിഷയം. അടുത്ത 1360-1455 കാലഘട്ടത്തിൽ രുദ്ര 1 എന്ന പേരിൽ പ്രസിദ്ധനായ ഇദ്ദേഹം ത്രിഗണിതം ലോകത്തിന് പരിചയപ്പെടുത്തിയ വടശ്ശേരി പരമേശ്വരൻ്റെ ശിഷ്യനായിരുന്നു. പ്രശസ്തനായ സംഗമഗ്രാമ മാധവനെ പറ്റിയാണ് പറയേണ്ടത്. 1340 മുതൽ 1425 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റേത്. കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പാശ്ചാത്യർ പോലും വിശേഷിപ്പിക്കുന്ന ഗുരു ശിഷ്യ പരമ്പര സ്ഥാപിച്ച ഇദ്ദേഹത്തിൻ്റെ ധാരാളം ശിഷ്യന്മാർ പ്രശസ്തരാണ്. നിരവധി ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഗോളവാദം, മധ്യമാനയന പ്രകരണം, മഹജ്യാനയന പ്രകരണം, അതായത് മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഗ്രേറ്റ് സയൻസ്, അഗണിതം, അഗണിത ഗ്രഹാചാരം എന്നിവയും ചന്ദ്രൻ്റെ സഞ്ചാരപഥം നിർണ്ണയിക്കുകയും അതേക്കുറിച്ച് വേണാരോഹം എന്ന കൃതിയും സ്ഫുടചന്ദ്രാപ്തി എന്ന മറ്റൊന്നും ലഭ്യമായിട്ടുണ്ട്. പൈയുടെ വാല്യൂ കണ്ടെത്തിയതിലൂടെ, സൂക്ഷ്മമായി കണ്ടെത്തിയതിലൂടെ, അതായത് 3.14 കഴിഞ്ഞു പൈയുടെ വാല്യൂ പിന്നെയും ദശാംശങ്ങൾ 13 ദശാംശം വരെ അദ്ദേഹം കണ്ടെത്തിയതിലൂടെ ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ജെയിംസ് ഗിഗറിയുടെ ആചാര്യസ്ഥാനം കവർന്ന പ്രതിഭ, ത്രികോണമിതി, ജാമിതി, കാൽക്കുലസ് തുടങ്ങിയ സിദ്ധാന്തങ്ങൾ കടവയാതി സമ്പ്രദായത്തിൽ സൈൻ പട്ടിക ഉണ്ടാക്കിയ മഹാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ധാരാളമാണ്. ഇന്ന് ടെക്സാസ്, ബ്രിട്ടൻ, ജപ്പാൻ എന്നിവിടങ്ങളുടെ സർവകലാശാലകളിൽ ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പഠന വിഷയമാക്കുന്നുണ്ട്. പിന്നീട് 1360-1455 കാലഘട്ടത്തിൽ പരമേശ്വര 1 എന്ന പേരിൽ വടശ്ശേരി പരമേശ്വരൻ, ഇദ്ദേഹവും ഭാരതപ്പുഴയുടെ തീരത്ത് നീണ്ട 50 വർഷത്തെ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് താളിയോലകളിൽ കുറിച്ച് ദൃഗ്ഗണിതം എന്ന ആധാര ഗ്രന്ഥം രചിച്ചു. ജ്യോതിശാസ്ത്രത്തിൽ കൃത്യമായ ഗ്രഹനക്ഷത്ര ഗണനയ്ക്ക് ആധാരമായ ഒരു ഗണിത പദ്ധതി ഇതോടെ രൂപപ്പെട്ടു. ആര്യഭടീയം, മഹാഭാസ്കരീയം തുടങ്ങി 30-ലേറെ ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം വ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പുത്രൻ ദാമോദര വടശ്ശേരി 1410-നും 1510-നും ഇടയ്ക്ക് ജീവിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റേതായ ഗ്രന്ഥങ്ങളൊന്നും കണ്ടുകിട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ നീലകണ്ഠ സോമയാജി അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അനവധി കണ്ടുപിടുത്തങ്ങൾ ജ്യോതിശാസ്ത്ര രംഗത്ത് ഉള്ളതായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതുവരെ ജ്യോതിശാസ്ത്ര രംഗത്ത് കേരളക്കരയിൽ നിന്നുള്ള സംഭാവനകൾ നൽകിയ
ജ്യോതിശാസ്ത്രജ്ഞന്മാരെ പറ്റി 15-ാം നൂറ്റാണ്ട് വരെയുള്ള ശാസ്ത്രജ്ഞന്മാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. KV ശർമ്മ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള ജ്യോതിശാസ്ത്രജ്ഞന്മാരെ പറ്റി പരാമർശമുണ്ട്. അത് നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതിനാൽ ഇനിയൊരു അവസരത്തിൽ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. താല്പര്യമാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കുമല്ലോ. നന്ദി, നമസ്കാരം.